ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 4 ആഴ്ച കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിലെ ടോപ്പിക്കിൽ നിന്നുള്ള റിവിഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് ഫിസിക്സിൽ നിന്ന് പ്രകാശം, അതുപോലെ തന്നെ ചലനം, ബലം, സൗരയൂഥവും സവിശേഷതകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കേരളത്തിൽ നിന്ന് അടിസ്ഥാന വിവരങ്ങളും നദികളും കായലുകളും ദേശീയോദ്യാനങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മാത്സിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്തൽ എന്ന് പറയുന്നതിലുള്ള PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാത്സിൽ നിന്നുള്ള 2 ടോപ്പിക്കും കൂടെ ഈ ആഴ്ച കവർ ചെയ്യാനായിട്ട് നമ്മൾ ടൈം ടേബിളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തതിനാൽ നമുക്ക് ആ 2 ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ കവർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഭരണഘടനയുടെ ടോപ്പിക്സ് മുഴുവനും നമ്മൾ എടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ ഫിസിക്സും നമ്മൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക്, ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ എല്ലാം PDF നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നും പറയുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 40 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പലതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ആ 4 സ്റ്റേറ്റ്മെൻറ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 100ഓളം PYQs നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാർക്കുകളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ സമ്പർക്ക ബലത്തിന് ഉദാഹരണം പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. താഴെ തന്നിട്ടുള്ളതിൽ സമ്പർക്ക ബലം. അപ്പോൾ സമ്പർക്കത്തിൽ വരുമ്പോൾ ഉള്ളതാണ് സമ്പർക്ക ബലം. ബലം 2 ടൈപ്പ് ഉണ്ട്: സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം. ഓക്കെ, അപ്പോൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയാം. സമ്പർക്ക ബലത്തിന് ഇതിൽ ഉദാഹരണം ഏതാണ്? വിസ്കസ് ബലമാണ്. ഇത് 3ഉം സമ്പർക്കരഹിത ബലങ്ങളാണ്. വിസ്കസ് ബലം, പ്രതല ബലം ഒക്കെയാണ് സമ്പർക്ക ബലത്തിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? കണ്ടോ, അപ്പോൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാം PYQs ആണ്. അപ്പോൾ ഇതിൽ നോക്കാം, ഉരുളൽ ഘർഷണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. PYQ ആണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. ഇനി ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ ആ വസ്തുവിന് ആ ദ്രവത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവാണ് പ്ലവക്ഷമ ബലം. അതും ശരിയാണ്. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ വസ്തുവിന് ആ ദ്രവത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവാണ് പ്ലവക്ഷമ ബലം. ഇനി നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിലെ ഒരേ ഉയരത്തിലുള്ള എല്ലാ ബിന്ദുക്കളിലും ഒരേ മർദ്ദമായിരിക്കും. അതും ശരിയാണ്. പാസ്കൽ ലോ പറയുന്ന ഒരു പോയിന്റാണത്. നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിലെ ഒരേ ഉയരത്തിലുള്ള എല്ലാ ബിന്ദുക്കളിലും ഒരേ മർദ്ദമായിരിക്കും. ഇനി അടുത്ത, അപ്പോൾ ഏതായിരിക്കും തെറ്റ്? ഈ പ്രസ്താവനയാണ് തെറ്റ്. ഇത് നോക്കുക, താപനില വർദ്ധിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. വാതകത്തിൻ്റെ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക, കുറയുന്നത് ആരുടെയാ? ദ്രാവകത്തിൻ്റെയാണ്. ഓക്കെ, താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയും, വാതകത്തിൻ്റെ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക. ഇനി ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂട്ടൺ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. നമ്മൾ CGS യൂണിറ്റിലേക്ക് മാറ്റുകയാണ് ഡൈൻ. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10⁵ ഡൈൻ ആണ്. 10⁵ ഡൈൻ ആണ്. ഇനി ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ആപേക്ഷിക സാന്ദ്രത ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഗ്രോ എന്ന് പറഞ്ഞാൽ ആർദ്രത അളക്കാനുള്ളതാണ്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. കൊഹിഷൻ ബലം. ഇനി അഡീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? കേശിക താഴ്ചയാണ്. ഇനി ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലമാണ് പ്രതല ബലം. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ്. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കിയിട്ട് എന്താ? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇനി പ്രതല ബലത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതും ശരിയാണ്. ഉപരിതല ബലമാണ്. പരമാവധി വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉളവാക്കുന്ന ബലമാണ്. ഇനി അഡിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ എങ്കിൽ എന്താണ് അവിടെ? കേശിക താഴ്ചയാണ് സംഭവിക്കുക. അഡീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ സംഭവിക്കുന്നത് കേശിക താഴ്ചയാണ്. ഇവിടെ എന്താ? ഇത് തെറ്റാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് എന്ത്? കൊഹിഷൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ളത് അഡിഷൻ ആണ്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല.
ഭൂഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ചത് ന്യൂട്ടനാണ്. അപ്പോൾ ഇതിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എഫ് ആണ്. ഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, ശരിയാണ്. ഇനി എന്നാൽ ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ GM/r² ആണ്. ഇതെന്താ? ഇത് ഭൂമിയുടെ മാസും ഇത് ഭൂമിയുടെ റേഡിയസും, അതായത് വസ്തുവിൻ്റെ മാസിനെ ഇത് ആശ്രയിക്കുന്നില്ല, അതും ശരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു വസ്തുവാണെങ്കിലും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം താഴേക്ക് വരുമ്പോൾ, ചെറിയ വസ്തുവാണെങ്കിലും വലിയ വസ്തുവാണെങ്കിലും താഴേക്ക് വരുമ്പോൾ ആ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ തെറ്റെന്താ? ഇതാണ്. ഭൂഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ചത് ആരാണ്? ഐൻസ്റ്റീൻ ആണ്. ന്യൂട്ടൺ അല്ല, ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇനി താഴെ തന്നിട്ടുള്ളതിൽ ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ്? ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ, ഘൂർണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തുള ചലനം, അതാണ് ഉദ്ദേശിക്കുന്നത്, വർത്തുള ചലനം. വർത്തുള ചലനത്തിന് ഉദാഹരണം ഏതാ? ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം, ശരിയാണ്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ ചലനം, അതും ശരിയാണ്. ജയന്റ് വീലിൻ്റെ കറക്കം, അതൊക്കെ വർത്തുള ചലനമാണ്. അതിന് ഉദാഹരണം അല്ലാത്തത് ഏതാ? ഇതാണ് അതിൽ അല്ലാത്തത്. ഇതെന്താണ്? ഇത് നേർരേഖാ ചലനമാണ്. നേർരേഖാ ചലനമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവസാനത്തെയും ആദ്യത്തെയും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബി ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അവസാനത്തെയും ആദ്യത്തെയും തമ്മിലുള്ള ആ ഡിഫറൻസ് ആയിരിക്കും അതിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം, ആകെ സഞ്ചരിച്ച ആ ഡിസ്റ്റൻസ്, അതാണ് ദൂരം എന്ന് പറയുന്നത്. ഇനി താഴെ തന്നിട്ടുള്ളതിൽ ദോലനത്തിന് ഉദാഹരണം അല്ലാത്തത്. ഊഞ്ഞാലിൻ്റെ ചലനം എന്താ? ദോലനമാണ്. പെൻഡുലത്തിൻ്റെ ചലനം ദോലനമാണ്. വലിച്ചു കിട്ടിയ റബ്ബർ ബാൻഡിൽ നമ്മൾ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനവും എന്താ? ദോലനമാണ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം അത് വർത്തുള ചലനമാണ്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വലിച്ചു കിട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം ദോലനമാണെന്ന് ഓർത്തിരിക്കുക. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്ന് ചോദിച്ചിട്ടില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ വേഗത നമുക്കറിയാം, എസ്, വേഗത = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, വേഗത SS = D/T ആണ്. അപ്പോൾ ഇത് ശരിയാണല്ലോ, D/T ശരിയാണ്. അപ്പോൾ ഇവിടെ D എന്ന് പറഞ്ഞാൽ ഇതിനങ്ങോട്ട് കൊണ്ടുപോകാം S/T, അതും ശരിയാണ്. ഇനി T എന്ന് പറഞ്ഞാൽ Sനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, D/S ആണ്. ഇതും ശരിയാണ്. ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി പോൾ വാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്ക് ആയതിനാൽ പരുക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ന്യൂട്ടന്റെ നിയമം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് അവിടുത്തെ ആഘാതം കുറയുന്നു. ഫോം ബെഡിലേക്ക് വീഴുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ആഘാതം കുറയുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണിത്. അതായത് രണ്ടാം ചലന നിയമമാണ്. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിന് നേർ അനുപാതത്തിലായിരിക്കും. ഇത് PYQ ആണ് കേട്ടോ, ഇതും PYQ ആണ്. അപ്പോൾ രണ്ടാം ചലന നിയമമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് എന്താ? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ലറ്റ് ഫിനിഷിംഗ് ലൈൻ എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അത് ചലനത്തിലാണ്. അപ്പോൾ ആ ചലനാവസ്ഥ പെട്ടെന്ന് നിർത്താൻ നമുക്ക് പറ്റില്ല. ചലനത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനെ ചലന ജഡത്വം എന്ന് പറയുന്നു. അത് ഏത് അവസ്ഥയിലാണോ അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കാനാണ് അത് ആഗ്രഹിക്കുക. അതാണ് ജഡത്വം. അതിൻ്റെ അവസ്ഥയ്ക്ക് അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ ചലന ജഡത്വത്തിന് എക്സാമ്പിളാണിത്. ഇനി 12 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തു 1 സെക്കൻഡിൽ 2 മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആ വസ്തുവിൻ്റെ ആക്കം. അപ്പോൾ 12 മീറ്റർ ആണ്, മാസ് തന്നിട്ടുണ്ട് 12 കിലോഗ്രാം ആണ്. ഇനി 1 സെക്കൻഡിൽ 2 മീറ്റർ, അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അത് അർത്ഥം. 1 സെക്കൻഡിൽ 2 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിച്ചത്? വെലോസിറ്റി ആണ് 2 മീറ്റർ പെർ സെക്കൻഡ്. ആക്കം കാണാനാണ് പഠിച്ചിട്ടുള്ളത്. ആക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? ഈ മാസ് ഇൻറ്റു വെലോസിറ്റി. 12 × 2 എത്ര വരും? 24 എന്നതാണ് ആൻസർ വരിക. 24 PYQ ആണ് കേട്ടോ. ഇനി പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്രയാണ്? പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രി. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൗരയൂഥം ഉൾപ്പെട്ട ഗാലക്സിയാണ് ക്ഷീരപഥം, ശരിയാണ്.
ഇനി സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞത് ആരാ? കോപ്പർനിക്കസ് ആണ്. ഇനി ചൊവ്വയ്ക്കും ബുധനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങളാണ് ഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നവയാണ് ഉൽക്കകൾ. ഇതിലേതാ ശരി? ഇതാണ് ശരി. കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നവയാണ് ഉൽക്കകൾ. ഇതെന്താണ്? ഇത് തെറ്റായ പ്രസ്താവനയാണ്. ചൊവ്വയ്ക്കും ബുധനും ഇടയ്ക്കല്ല, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് എന്ത്? ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ അന്തർഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങൾ ഉൾപ്പെടാത്തത് അതായത് ശനിയാണ് ഉൾപ്പെടാത്തത്. ഇതെല്ലാം എന്താ? ഭൗമഗ്രഹങ്ങളാണ്. ഭൂമി, ശുക്രൻ, ബുധൻ, പിന്നെ എന്തും കൂടെ ഉണ്ട്? ചൊവ്വയും കൂടെ ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ബഹിർഗ്രഹങ്ങളാണ്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ. ശരിയാണ്. ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളില്ല. ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. ശരിയാണ്. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതും ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാ? ഇതാണ്. എന്താണിത്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് ഫോബോസ്. ആണോ? അല്ല. ഫോബോസ് എന്ന് പറഞ്ഞാൽ ആരുടെ? ചൊവ്വയുടെ ഉപഗ്രഹമാണ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ഫോബോസ്. വ്യാഴത്തിൻ്റെ ഏതാണ്? ഗാനിമീഡ്. ഇനി സൂര്യനിൽ നിന്നുള്ള അകലം കൂടി വരുന്നതിൻ്റെ ശരിയായ ക്രമം. ഓക്കെ. അപ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബുധനാണ് നമുക്കറിയാം. ബുധൻ, പിന്നെ ശുക്രൻ, പിന്നെ ഭൂമി, പിന്നെ ചൊവ്വ. ഇതാണ് ഓർഡർ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഇനി വ്യാഴം വരും, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെയാണ് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ ഓർഡർ. യുറാനസ് കണ്ടുപിടിച്ചത് ആദ്യമായി ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിച്ച ഗ്രഹമാണ് യുറാനസ്. യുറാനസ് കണ്ടുപിടിച്ചത് ആരാ? വില്യം ഹെർഷൽ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാ? ശുക്രനാണ്. ഇനി ശനിയുടെ ഒരു ഉപഗ്രഹമുണ്ട്, ടൈറ്റൻ. അതും ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണത്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ശരിയാണ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എന്ന് കണ്ടെത്തിയത് ആരാ? അഗസ്റ്റിൻ ഫ്രണലാണ്. ശരിയാണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലൂടെയാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാട്ടാണ്. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് റോമറാണ്. അപ്പോൾ ഇതാണ് ശരി, ഇത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലൂടെയല്ല, ശൂന്യതയിലൂടെയാണ് എന്ന് കണ്ടെത്തിയതാണ് ലിയോൺ ഫുക്കാൾട്ട്. ഏറ്റവും കുറവ് വേഗതയാണ് ഖരപദാർത്ഥങ്ങളിലൂടെ അതിനുള്ളത്. ഇനി ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാ? 3 × 10⁸. ഇങ്ങനെയാണ് 3 × 10⁸ m/s ഉണ്ട്, km/s ഉണ്ട്, 340 m/s ഉണ്ട്. അപ്പോൾ ഇതിലേതാ? 3 × 10⁸ m/s ആണ്. m/s. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം ഏത് പ്രകാശ പ്രതിഭാസമാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനം. 25 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 1/f ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക 1/25 ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരിക? 0.4 വരും അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. 1/45 0.4 വന്നാൽ തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇൻവേഴ്സ്, അതായത് റെസിപ്രോക്കലാണ് പവർ. പക്ഷേ ഫോക്കൽ ലെങ്ത്ത് എന്തിലായിരിക്കണം? ഈ ഫോക്കസ് ദൂരം മീറ്ററിലുള്ള ഫോക്കസ് ദൂരം എടുക്കണം. അതായത് 25 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. 2 × 25 × 10⁻² മീറ്റർ. 25നെ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ എന്താ വരിക? 25 × 10⁻² എന്നാണ് വരിക. അതിൻ്റെ റെസിപ്രോക്കൽ വേണം എടുക്കാൻ. പവർ = 1/f, അതായത് 1/25 × 10⁻². ഇത് മുകളിലേക്ക് പോകുമ്പോൾ 10⁻² എന്നാവും. അത് 100 ആണ്. /25 എത്രയാണ് അത് വരിക? 4 ഡയോപ്റ്റർ. കണ്ടോ? ഈ 2 ഓപ്ഷനും ഇവിടെ ഉണ്ട്. 4 ഡയോപ്റ്റർ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഡയോപ്റ്റർ പവറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും? ഡയോപ്റ്റർ ആണ്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കണേ. സൂര്യന് ചുറ്റും വലയം കാണാൻ കാരണം വിഭങ്കനമാണ്. പ്രകാശം ഘടകങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അപ്പോൾ ഇത് ശരിയാണ്. വിഭങ്കനമാണ്, ഡിഫ്രാക്ഷൻ. അതിനാണ് വിഭങ്കനം എന്ന് പറയുക. അത് സൂര്യന് ചുറ്റുമുള്ള വലയം CDD VDയിലൊക്കെ ഉള്ളത് അതൊക്കെ ഡിഫ്രാക്ഷൻ മൂലമാണ്. ഇനി പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം ഏതാ? പ്രകീർണനം, ഡിസ്പേർഷൻ തന്നെയാണ്.
ഇനി ഒപ്റ്റിക്കൽ ഫൈബറിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള എന്താ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തരിക പ്രതിഫലനം. ശരിയാണ്. അപ്പം ഇതാണ് തെറ്റ്. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളങ്ങളിൽ ചുവപ്പ് നിറത്തിന് കാരണം വ്യതികരണം എന്ന് വെച്ചാൽ ഇന്റർഫറൻസ് ആണ്. അതല്ല, എന്താണ്? വിസരണമാണ്. വിസരണം. ഓക്കെ. ഇനി കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? തെക്ക് വടക്ക് നീളം എന്ന് പറഞ്ഞാൽ 560 തെക്ക് വടക്ക് 560. ഇത് കടൽ തീര ദൈർഘ്യമാണ് 580. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ജനസാന്ദ്രത കുറവുള്ളത് ഇടുക്കിയാണ്. സാക്ഷരത കൂടിയത് പത്തനംതിട്ടയാണ്. ഏതാ തെറ്റ്? ഇതാണ് തെറ്റ്. ഇതൊക്കെ PVQ ആണ് കേട്ടോ. ഏറ്റവും ചെറുത് ആലപ്പുഴ, ജനസാന്ദ്രത കുറഞ്ഞത് ഇടുക്കി, സാക്ഷരത കൂടിയത് പത്തനംതിട്ട. ഏറ്റവും വലിയ ജില്ല ഏതാ? ഇടുക്കിയാണ്, പാലക്കാടല്ല, ഇടുക്കി. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എപ്പോഴും ചോദിക്കുന്നതാണ്. കേരളത്തിലെ താലൂക്ക് 78 താലൂക്ക് 78. 87 എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി, 27 റവന്യൂ ഡിവിഷനുകളാണ്. താലൂക്കുകളുടെ എണ്ണം 78. കാഷ്യ ഫിസ്റ്റുല എന്ന് പറയുന്നത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കാഷ്യ ഫിസ്റ്റുല എന്തിൻ്റെയാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായിട്ടുള്ള കണിക്കൊന്നയുടെയാണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമല. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതാ? ഭാരതപ്പുഴ. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് പെരിയാറ്. ഇളമ്പലേരിക്കുന്ന് ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരം ഏതാ? സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാറാണ്, ചാലിയാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ വലുത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? അതെ, ഇതൊക്കെയാണ്. ഇത് പഠിക്കണം. കബനി, ഭവാനി, പാമ്പാർ. അതിൽ വലുത് ഏതാണ്? കബനിയാണ്. പാമ്പാറാണ് ചെറുത്. പാമ്പാറാണ് ചെറുത്. ഇനി ചേരുമ്പടി ചേർക്കാനാണ് ഓരോരുത്തരുടെ പേരുകൾ തന്നേക്കാം. ചൂർണി എന്നറിയപ്പെടുന്നത് ഏതാ? ചൂർണി. പൂർണ്ണ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. ബാരിസ് തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് പമ്പയാണ്. പമ്പയാണ്. പേരാർ എന്നറിയപ്പെടുന്നത് പേരാർ, നിള, നൈൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറാണ്. അപ്പോൾ ഏതാ? A4 B3 A4 B3 ഇതാണ് വരെ. A4 B3 C1 D2. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ. വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലൂടെ? എറണാകുളം, ആലപ്പുഴ, കോട്ടയം. എറണാകുളം, ആലപ്പുഴ, കോട്ടയം. ആശ്രാമം കായൽ സ്ഥിതി ചെയ്യുന്നത്. ആശ്രാമം കായൽ എന്ന് പറഞ്ഞാൽ അഷ്ടമുടി കായലാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ. അപ്പോൾ വെള്ളായണി എന്ന് പറയുമ്പോൾ അത് തെക്ക് ഭാഗത്തുള്ള ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്? പൂക്കോട് തടാകം വയനാടാണ്, വയനാട്. ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം എന്നൊക്കെ അറിയപ്പെടുന്നത് വരയാടാണ്, വരയാട്. കേരളത്തിലെ ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? കേരളത്തിലെ ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്, പാമ്പാടും ചോല. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത്? സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007 ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.